മനുഷ്യ ശരീരത്തിലെ 7 ഊർജ കേന്ദ്രങ്ങളെക്കുറിച്ചും അതിൻ്റെ ഗുണവിശേഷങ്ങളെക്കുറിച്ചും ആഴത്തിൽ അറിയാൻ ശ്രമിക്കുന്ന വീഡിയോ സീരീസിൻ്റെ 4ാം ഭാഗമാണിത്. ഇതിൻ്റെ മറ്റു ഭാഗങ്ങൾ പ്ലേലിസ്റ്റിൽ കാണാവുന്നതാണ്. നമ്മുടെ നട്ടെല്ലിൽ സ്ഥിതി ചെയ്യുന്ന ചക്രങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു ഊർജ കേന്ദ്രത്തിൻ്റെ അസംതുലിതാവസ്ഥ മറ്റു ചക്രങ്ങളെയും സ്വാധീനിക്കുന്നു. ഇന്ന് നമുക്ക് അനാഹത ചക്രം അഥവാ ഹാർട്ട് ചക്രയെ അനാവരണം ചെയ്യാം. അനാഹതം എന്നാൽ ആഘാതമില്ലാത്തത് എന്ന് അർത്ഥം. നെഞ്ചിൻ്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന അനാഹത താഴെയുള്ള 3 ചക്രങ്ങളെയും മുകളിലുള്ള 3 ചക്രങ്ങളെയും തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന പാലമായി വർത്തിക്കുന്നു. ഇതിൻ്റെ നിറം പച്ചയും അടയാളം 12 ദളമുള്ള താമരയും മൂലകം വായുവുമാകുന്നു. ഇതിൻ്റെ ബീജമന്ത്രം എം എന്നും ദേവതകൾ ശിവനും ശക്തിയുമാകുന്നു. നമ്മുടെ മനസ്സിൽ അന്തർലീനമായിരിക്കുന്ന സ്നേഹം, കരുണ, ക്ഷമ, സൗഹൃദം, സമാധാനം എന്നീ വികാരങ്ങൾ ഈ ഊർജ കേന്ദ്രത്തിൻ്റെ പ്രതിഫലനങ്ങളാണ്. നമ്മുടെ ഹൃദയം, ശ്വാസകോശം, രക്തചംക്രമണ വ്യവസ്ഥ എന്നിവയുടെ ആരോഗ്യം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ചക്രം അസംതുലിതമായാൽ വ്യക്തികളിൽ പലതരം ശാരീരിക മാനസിക പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. ശാരീരികമായി ഇത് ആസ്മ, മറ്റ് അലർജികൾ, ഹൃദയരോഗങ്ങൾ, രക്തചംക്രമണ പ്രശ്നങ്ങൾ ഇവയ്ക്ക് കാരണമാകുന്നുണ്ട്. ഇതിൻ്റെ ഇംബാലൻസ് അസൂയ, അക്ഷമ, ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ, വിശ്വാസക്കുറവ് തുടങ്ങിയ മാനസിക പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കുന്നു. കുടുംബങ്ങളിലായാലും മറ്റ് സുഹൃത്തുക്കളിലായാലും നല്ല ബന്ധങ്ങൾ എന്നത് ഒരു കടങ്കഥ പോലെയായി മാറിയിട്ടുണ്ട്. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ വലിയ അവിശ്വാസവും അതൃപ്തിയും നിലനിൽക്കുന്നു. നിരുപാധികം ഒരു മനുഷ്യനും മറ്റൊരാളെ സ്നേഹിക്കാൻ കഴിയാത്ത ലോകത്താണ് നാം ജീവിക്കുന്നത്. സ്നേഹം, ബഹുമാനം, കരുണ, ദയ ഇതെല്ലാം സ്വന്തം ഹൃദയത്തിൽ നിറയണം. മറ്റുള്ളവരിൽ അത് തിരയാൻ പാടില്ല. ഇവിടെയാണ് അനാഹത ചക്രത്തിൻ്റെ പ്രസക്തി. ഒരു മനുഷ്യൻ്റെ നിലനിൽപ്പിന് തന്നെ ആധാരമായ സ്നേഹം എന്ന വികാരത്തിൻ്റെ ഇരിപ്പിടം തന്നെ ഹൃദയചക്രയിലാണ്. ഇനി മുതൽ നമ്മുടെ ഭാഷ സ്നേഹത്തിൻ്റേതാവട്ടെ. മറ്റെല്ലാ ദുർവികാരങ്ങളും അവിടെ അലിഞ്ഞില്ലാതാകട്ടെ. അവഗണന, കുറ്റപ്പെടുത്തൽ, നിരുത്സാഹപ്പെടുത്തൽ ഈ തരം സംസ്കാരങ്ങളെ മാറ്റി നിർത്തിയാൽ തന്നെ നമ്മുടെ ബന്ധങ്ങൾ സുദൃഢമാകും. ക്ഷമിക്കാനും സഹിക്കാനും ഉൾക്കൊള്ളാനുമുള്ള കല വികസിപ്പിച്ചെടുക്കാം. നമ്മുടെ വീട് സ്വർഗതുല്യമാകട്ടെ. അനാഹതയെ അഥവാ ഹൃദയചക്രത്തെ ഉണർത്തിയെടുക്കാനുള്ള ചില വഴികൾ നമുക്ക് വെളിപ്പെടുത്താം. ഭുജംഗാസനം, ഉഷ്ട്രാസനം, മത്സ്യാസനം, സേതുബന്ധാസനം എന്നീ യോഗാസനങ്ങൾ ഇതിനായി നിർദ്ദേശിക്കപ്പെടുന്നു. നാഡിശുദ്ധി പ്രാണായാമം, ഭ്രാമരി പ്രാണായാമം എന്നീ ശ്വസനക്രിയകൾ ഈ ചക്രത്തെ ഉണർത്തിയെടുക്കുന്നു. ബീൻസ്, ഗ്രീൻ പീസ്, പച്ചമുന്തിരി, ചീര, കിവി, വെള്ളരി, ഗ്രീൻ ടീ എന്നീ ഇവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുക. പച്ചപ്പുള്ള സ്ഥലങ്ങളിലൂടെ നടക്കുക. ഹൃദയത്തിൽ പച്ചനിറം സങ്കല്പിച്ച് ധ്യാനം ചെയ്യുന്നത് ഉത്തമമായിരിക്കും. ധ്യാനത്തോടൊപ്പം എം എന്ന മന്ത്രം ഉരുവിടുക. അതിരാവിലെ ഉണർന്ന് താഴെ പറയുന്ന അഫർമേഷൻ കൂടി നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. 1. ഞാൻ നിരുപാധികം എന്നെയും മറ്റുള്ളവരെയും സ്നേഹിക്കുന്നു. 2. എൻ്റെ ഹൃദയം സ്നേഹത്താലും ശാന്തിയാലും സമ്പന്നമാണ്. 3. എൻ്റെ ഹൃദയം ഭൂതകാല വേദനകളിൽ നിന്ന് മുക്തമാകുന്നു. 4. ഞാൻ സദാ ശാന്തിയുള്ളവനും ദയയുള്ളവനുമാണ്. 2-3 തവണ ദിവസവും പ്രാക്ടീസ് ചെയ്യാം. നമ്മുടെ മനസ്സിന് പുത്തൻ ഉണർവും ഊർജവും പകരുന്ന പുതിയ വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക.